ഖത്തറിന്റെ രാജ്യാതിർത്തിക്കുള്ളിലേക്ക് പ്രകോപനമേതുമില്ലാതെ ഇസ്രയേൽ ഇന്നലെ നടത്തിയ കടന്നാക്രമണം അറബ് മേഖലയിൽ ആകെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. അതിലേറെ അതൃപ്തിക്കും പ്രതിഷേധത്തിനും കാരണമായിരിക്കുന്നു. ഇസ്രയേലുമായി നേരിട്ടൊരു പ്രശ്നത്തിലും പങ്കാളിയല്ലാത്ത എന്നാൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്ന രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണം അംഗീകരിച്ചു നൽകാനാവില്ലെന്ന് ഖത്തറിനെ പിന്തുണച്ചെത്തിയ രാഷ്ട്രങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇസ്രയേൽ നടപടിയെ സ്റ്റേറ്റ് ടെററിസം എന്ന് വിളിച്ച ഖത്തറിന്റെ തുടർ നീക്കം എന്താകും? ഹമാസിനെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന നെതന്യാഹുവിന്റെ ന്യായീകരണം വിലപ്പോകുമോ? ഇസ്രായേലിനെ അമേരിക്ക കൈവിടുമോ? ആദ്യം RD-Extra. നേതാക്കളെല്ലാം ആക്രമണവും തുടർ സാഹചര്യവും വിലയിരുത്തുകയും ഖത്തറുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഖത്തറിനോടൊപ്പം ഉണ്ടാകുമെന്ന് അറബ് കൂട്ടായ്മകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നുകയറിയുള്ള ഇസ്രയേൽ നടപടി സ്റ്റേറ്റ് ടെററിസമാണെന്ന് ഖത്തർ ചൂണ്ടിക്കാട്ടി. മേഖലയിൽ ഭീകര പ്രവർത്തനം നടത്താൻ മടിക്കാത്തയാളാണ് നെതന്യാഹു എന്ന് ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയ ഖത്തർ ഐക്യരാഷ്ട്രസഭയെ അടക്കം ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നോ എന്ന ചർച്ച സജീവമായതിനിടെ ഖത്തർ അമീറുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ആക്രമണത്തെ അപലപിച്ച ട്രംപ് ഖത്തറിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രിക്കും അമീറിനും ഉറപ്പ് നൽകിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ആക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഇസ്രയേൽ മാത്രമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. RD-Extra ന്യൂസ് മലയാളം. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ട്രംപ് അസന്തുഷ്ടനെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ആക്രമണമുണ്ടായ സാഹചര്യം തന്നെ പുളകം കൊള്ളിക്കുന്നില്ലെന്ന് മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിൻ്റേത് മാത്രമാണ്. ആക്രമണത്തെക്കുറിച്ച് US സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിയെന്ന് ട്രംപ് പറഞ്ഞു. ഖത്തറിലെ ഏകപക്ഷീയമായ ആക്രമണം ഇസ്രായേലിൻ്റെയോ US-ൻ്റെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ല. ഇനി ഇത്തരം ആക്രമണം ഉണ്ടാകില്ലെന്ന് ഖത്തർ അമീറിനും പ്രധാനമന്ത്രിക്കും ഉറപ്പു നൽകിയെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അറബ് ലോകത്തിന്റെ പിന്തുണ ഈ ഘട്ടത്തിൽ ഖത്തറിനുണ്ടാകുന്നു. ഇസ്രായേലിൻ്റേത് ഭീരുത്വമാണെന്ന് അറബ് ലീഗും ഗൾഫ് സഹകരണ കൗൺസിലും പറഞ്ഞു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തറിലെത്തി. ജോർദാൻ കിരീടാവകാശി ഹുസൈൻ ഖത്തറിലെത്തി ഐക്യദാർഢ്യം അറിയിക്കും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നാളെ ഖത്തറിലെത്തും. ആക്രമണത്തിന് കനത്ത വില ഇസ്രയേൽ നൽകേണ്ടി വരുമെന്ന് സൗദി അറേബ്യ പറഞ്ഞു. കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ രാജ്യങ്ങളും ഖത്തർ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. ദോഹയിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയും ചൈനയും റഷ്യയും രംഗത്തെത്തി. ഖത്തറിന് ഐക്യദാർഢ്യവുമായി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തി. ഹമാസിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന ഇസ്രയേൽ വാദം ഖത്തർ തള്ളി. ആക്രമണം തുടങ്ങി 10 മിനിറ്റിന് ശേഷമാണ് വാഷിംഗ്ടണിൽ നിന്ന് ഫോൺ എത്തിയത് എന്നാണ് ഖത്തർ ഇക്കാര്യത്തെ വിശദീകരിക്കുന്നത്. ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ അടക്കമുള്ളവർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഹമാസ് ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം ഖലീൽ അൽ ഹയ്യയും സുരക്ഷാ സേന അംഗങ്ങളും അടക്കം 6 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വരുന്ന വിവരം. സനീഷ്, ഇതിപ്പോൾ വലിയ വിമർശനവും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ പിന്തുണയും. കാരണം ഈ ഇസ്രയേലിൻ്റെ നിലപാടുകളെ നിരന്തരം അങ്ങനെ വിമർശിക്കാത്തവരും പലതരത്തിലൊപ്പം നിൽക്കുന്നവരുമായിട്ടുള്ളവർ പോലും ഈ നടപടിയെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ ട്രംപ് ഇപ്പോൾ പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളെ വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസവുമുണ്ട്. കാരണം ട്രംപ് പറയും, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അവസാന നിമിഷമാണ് അറിഞ്ഞത് എന്ന് പറയുന്നു. ഖത്തറിനെ അറിയിച്ചു എന്ന് പറയുന്നു. അറിയിച്ചത് ആക്രമണം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ന് ഖത്തർ വിശദീകരിക്കുന്നു. പക്ഷേ എങ്ങും ചേരാത്ത ചില കണ്ണുകളുണ്ട് അല്ലേ? നിശ്ചയമായിട്ടും ഇതിപ്പോൾ വിമർശിക്കാത്ത എതിർക്കാത്ത ആളുകളില്ല എന്നാണല്ലോ നമുക്ക് തോന്നുക. ഇന്ത്യയും റഷ്യയൊക്കെ അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഈ അറബ് ലീഗും ഗൾഫ് സഹകരണ കൗൺസിലും സകല ആളുകളും വിമർശിച്ചിരിക്കുകയാണ്. എന്തിന്? ഇസ്രയേലിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം ഹാരറ്റ്സ് ഇന്ന് എഡിറ്റോറിയൽ എഴുതിയ എങ്ങനെയാണ്: ഇസ്രയേൽസ് അറ്റാക്ക് ഓൺ ഹമാസ് ചീഫ്സ് ഇൻ ദോഹ ഈസ് ഡെത്ത് സെന്റൻസ് ഫോർ ദ ഹോസ്റ്റേജസ് എന്നാണ്. അതായത് നമ്മുടെ അഭയാർത്ഥികളായിട്ട് അവരുടെ ഹമാസിൻ്റെ കയ്യിലിരിക്കുന്ന ആളുകളുടെ ഡെത്ത് സെൻറ്റൻസ് ആണ്, വധശിക്ഷയാണ് ഇന്നലെ ഇസ്രയേൽ ഖത്തറിൽ പോയി നടപ്പാക്കിയത് എന്ന് അതിശക്തമായിട്ട്, ആ തലക്കെട്ടിൽ അതിശക്തമായിട്ട് നെതന്യാഹുവിനെയും മറ്റും വിമർശിക്കുകയാണ് ഹാരറ്റ്സ് പോലും ചെയ്യുന്നത്. അവിടെ പോലും ആളുകൾക്കിടയിൽ വലിയ വിമർശനമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മളിപ്പോൾ പല ലേഖനങ്ങളായിട്ട് വായിക്കുന്നതും ഒരു ന്യൂ നോർമൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. നിങ്ങൾ സകലമാന ആളുകളും എതിർത്താലും ഇതിങ്ങനെ തന്നെ തീരൂ. അതായത് ഇത് അവസാനിക്കുകയില്ല.
ഏതെങ്കിലും ഒരിടത്ത് ഈ സംഗതി എന്ന് അവസാനിക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നത് കണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് അവസാനിക്കുകയില്ല എന്നാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇയാൾ ലോകത്തോട് പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അമേരിക്കയുടെ അല്ലിയായിട്ടുള്ള സഖ്യകക്ഷിയായിട്ടുള്ള ഖത്തർ പോലും അന്തം വിട്ടുപോയി എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവർ മുൻകൈയെടുത്തിരിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്കായിട്ടാണ് അവരവിടെ വന്നത് എന്നാലോചിക്കണം. പക്ഷേ മധ്യസ്ഥ ചർച്ചകൾക്കൊന്നുമില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഇവിടെ ഈ ഇസ്രായേൽ അങ്ങോട്ടേക്ക് അടിക്കുക തന്നെ ചെയ്യും, ഇത് മുഴുവൻ തീർത്തിട്ടേ പിൻവാങ്ങുകയുള്ളൂ എന്ന കാര്യം അവർ പറഞ്ഞതുകൊണ്ടുണ്ടായ ഒരു വലിയ ഫലം എന്താണെന്ന് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങേയറ്റം കടുത്ത അവിശ്വാസം ഈ മേഖലയിൽ ആകെ പരക്കുകയാണ്. ഇസ്രായേലിനെ ഒരു തരത്തിലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് പറയില്ലേ, അതുപോലെ വിശ്വസിക്കരുത് എന്ന ഫീല് സകല സ്ഥലത്തേക്കും വരികയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു, അതായത് നമ്മളുടെ പരിമിതമായിട്ടുള്ള ഈ അറിവും വിവരങ്ങളും വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇത് ഇവിടം കൊണ്ട് തീരുകയില്ല, ഇത് ഈ അവസാനം വരെയും കാണുക എന്ന ഒരു ഭ്രാന്തൻ ചിന്തയുമായിട്ട് പോവുകയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന്. ഇത് എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എന്തുകൊണ്ട് ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്നു എന്നതിന് ഓരോ ദിവസവും തെളിവ് മുന്നിലേക്ക് വെച്ച് കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് അങ്ങനെ നെതന്യാഹുവിന് തീർക്കാൻ പറ്റുമോ? ഒരു ജനതയെ ആകപ്പാടെ തീർത്തിട്ട് ഹമാസിനെ എന്നൊന്നും അല്ല ഇവരിപ്പോൾ പറയുന്നത്, ഒരു ജനതയെ മുഴുവനായിട്ട് തീർക്കുക എന്നത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് സാധിക്കുക ഹർഷ? എല്ലാ കാലത്തും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുക, അങ്ങനെയാണെങ്കിൽ ഇവരുടെ തന്നെയും ഈ ജൂതന്മാർ തന്നെയും ഇസ്രായേൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളുടെ രക്ഷിതാക്കൾ തന്നെയും ഇല്ലാതായി പോകേണ്ടതാണല്ലോ. അപ്പം നമ്മൾ ഇതിപ്പോൾ ഈ ന്യൂ നോർമൽ എന്ന് വെച്ചാൽ എന്താണ്? രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നു എന്നതുപോലെ അവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നു, അവിടെ ആളുകളെ പരമാവധി കൊല്ലുന്നു, അവിടെ പട്ടിണി കിടക്കുന്നു, ആശുപത്രിക്ക് മുകളിലേക്ക് ബോംബിടുന്നു. ഇത് ലോകം മുഴുവനുള്ള ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഒരു സിനിമയോ നാടകമോ നടക്കുന്നത് പോലെ കൊലപാതകങ്ങളുടെ പരമ്പര നടക്കുകയാണ്. അവിടുത്തെ നാട്ടുകാർ തന്നെയും ഹാരിസ് പോലുള്ള വളരെ പാരമ്പര്യമുള്ള ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനൊപ്പം നടന്നിരിക്കുന്ന ഈ പത്രം തന്നെയും അതിനിശ്ചിതമായിട്ട് വിമർശിക്കുമ്പോൾ പോലും ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമ്മൾ പറഞ്ഞാണ്, ആ സമയത്താണ് ഇവരുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ സ്മോട്രിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഓർക്കണം. ഇങ്ങോട്ടേക്ക് വരുന്നത് സ്മോട്രിച്ച് ആവർത്തിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അതേ ലൈനിൽ അതികർക്കശമായിട്ട് സംസാരിക്കുന്ന ഇയാൾ ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തും എന്ന് പറയുന്നത് അസഹ്യമായിട്ടൊരു കാര്യമായിരിക്കും. അത് ആർക്കാ അസഹ്യമായിരിക്കും? ഇപ്പോൾ ഈ ദോഹയിലെ ആക്രമണവും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവർ അതിക്രൂരരാണ്, ഏത് നിലക്കും അടിച്ചു തീർത്തിട്ടേ ഇവർ പോകൂ, ലോകത്തെ സകലമായ രാജ്യങ്ങളും എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ചെയ്യേണ്ടത് എവിടെ കയറിയിട്ടും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഒരു തലവൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന കാര്യം അവിടെ ഉണ്ട്. ഇത് ഇന്ന് ദോഹയിലും ഖത്തറിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെവിടെയും ചെയ്യും, എന്ത് കാരണമുണ്ടാക്കിയിട്ടും ചെയ്യും. അവരങ്ങേയറ്റം നമ്മൾ തെരുവുകളിൽ നടക്കില്ലേ, ചില ആളുകൾ ഒന്നും നോക്കാതെ ആളുകളെ മുഴുവൻ ആക്രമിച്ച് നടക്കുന്ന ചില തെമ്മാടികളുണ്ടാവില്ലേ, അതുപോലെ പ്രവർത്തിക്കുകയാണ് ഈ രാഷ്ട്രം എന്ന് മനസ്സിലാക്കിയാൽ ഭയം വേറെയും വരും. കാരണം ഏത് രാഷ്ട്രത്തിന് നേരെയും എങ്ങനെയും ഇവർ ആക്രമിക്കാം, അവരുടെ കൈവശം അതിനുള്ള ആയുധങ്ങളും മറ്റുമുണ്ട് എന്നതാണ്. ഈ ന്യൂ നോർമൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ന്യൂ നോർമൽ നമ്മളെപ്പോലെ ഇവിടെ നിൽക്കുന്ന ആളുകളെ പോലും വേവലാതിപ്പെടുത്താണ് എന്നാണ്. തീർച്ചയായും ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ഖത്തറിലുണ്ട്. ഖത്തറിനെ മാത്രമല്ല ഈ മട്ടിൽ അവർ ലക്ഷ്യമിടുക എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. സനീഷ, ഇത് ഈ ആക്രമണം നടന്നതിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും ആ നിമിഷം നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇനി വേണ്ട എന്നുള്ളത് തന്നെയാണ്. ആ യുദ്ധം അല്ലെങ്കിൽ ഈ വംശഹത്യ അത് തുടരാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതുമാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഒരു പരിധിവരെ ട്രംപിനെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്ന ഒരു കാരണം, അദ്ദേഹം വല്ലാതെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടല്ലോ, അതിലും ഞാൻ ഇടപെട്ട ആ പ്രശ്നം പരിഹരിച്ചു എന്ന് സ്ഥാപിക്കാനും അതുവഴി നൊബേൽ സമ്മാനത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോക സമാധാനത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു നൊബേൽ വേണം. അതിനെന്ത് വേണം? അതിന് ലോകത്ത് സമാധാനം വേണം. അതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വിഷയത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഖത്തറിൽ ഈ ചർച്ച നടക്കുന്നത്. എന്തൊക്കെയാണത്? വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ഇസ്രയേലിന് വളരെ പ്രധാനമാണ് ഈ ബന്ദികളുടെ കൈമാറ്റം എന്നതടക്കമുള്ള കാര്യങ്ങൾ. ആ വിഷയങ്ങളിന്മേൽ, ആ നിർദ്ദേശങ്ങളിന്മേലാണ് ഖത്തറിൽ ഈ ഹമാസ് നേതാക്കളുമായി ചർച്ച നടക്കേണ്ടത്. അവിടെ പക്ഷേ സംഭവിക്കുന്നതാണ്, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ റൂബൻ അസർ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധി ഇന്ന് വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം പറയുന്നത് അതങ്ങനെ ഗൗരവമുള്ള ചർച്ചയൊന്നും ആയിരുന്നില്ല എന്നാണ് ഇന്ത്യയിലെ പ്രതിനിധി പറയുന്നത്. അവിടെ നടക്കുന്ന ഗൗരവമുള്ള ചർച്ചയൊന്നുമല്ല. മാത്രമല്ല ഈ ഖത്തറിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് ഖത്തർ വഴി ഖത്തറിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഗാസയിലെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹമാസ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത്
ഇസ്രയേൽ അതത്ര നിസ്സാരമായാണ് ഈ ട്രംപിൻ്റെ നിർദ്ദേശത്തെ പോലും കാണുന്നത്. അതിനപ്പുറത്ത് ഇതൊരു സാധ്യതയുള്ള ഒരു സമയത്തെ ആക്രമണമായി അവരതിനെ ആഘോഷിക്കുകയും വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വംശഹത്യ തുടരുകയാണ്. ഇതിനകത്ത് ഗാസ പിടിച്ചെടുക്കുക എന്നുള്ള തീരുമാനം, അതായത് ഗാസ ഇനി പ്രത്യേകിച്ച് പിടിച്ചെടുക്കാനല്ല, പക്ഷേ അതായത് ഒരു ലോകമഹായുദ്ധകാലത്ത് ചെയ്തു തീർക്കേണ്ട കെടുതികൾ ആ ചെറിയ കേരളത്തിലൊരു താലൂക്കിൻ്റെ വലിപ്പമുള്ള ആ പ്രദേശത്ത് ഈ ഇസ്രായേൽ ചെയ്ത് തീർത്തു കഴിഞ്ഞു. എന്നിട്ട് ആ നടപടിയാണല്ലോ ഈ ഗാസ പിടിച്ചെടുക്കൽ നടപടി. അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവിടെ ഉയരമുള്ള എല്ലാ കെട്ടിടങ്ങളും, അതായത് ഉറച്ച കെട്ടിടങ്ങൾ മുഴുവൻ തകർക്കുക, അത്രയേ ഉള്ളൂ. വേറൊന്നുമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വലിയ ടവറുകളും കെട്ടിടങ്ങളും എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടെൻറ്റുകളിലേക്ക് ഈ അഭയാർത്ഥികളായി ഈ ആളുകൾ മാറുകയാണ്. അവിടുത്തെ ആളുകൾ അവരെ അവിടെ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണം അവിടെ വീണ്ടും നടക്കുകയാണ്. ഇത് നടക്കുന്നതിനിടയ്ക്ക് 6 ടവർ അവിടെ തകർത്തു കഴിഞ്ഞ ദിവസം തന്നെ. അപ്പോൾ ഈ ഇത്രയും വേഗത്തിൽ അവിടെ വംശഹത്യ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരുക എന്നത് തന്നെയായിരിക്കും ഇനിയും ഇസ്രായേൽ ചെയ്യുക. അതിന് മുന്നിൽ ഇപ്പോൾ UN അടക്കം, ഇപ്പോൾ അമേരിക്ക ആദ്യമായി അസ്വാഭാവികമായ ഒരു വിമർശനം ട്രംപ് നെതന്യാഹുവിന് നേരെ നടത്തി. 2 തവണ സംസാരിച്ചു ഒരു ഫോണിൽ, ഇതിന് ശേഷവും ആക്രമണത്തിന് ശേഷവും ട്രംപും നെതന്യാഹുവും. അപ്പോൾ ഒരു അസാധാരണമായ ഒരു വിമർശനവും ഒരു ദേഷ്യപ്പെടലും ഒക്കെ ട്രംപ് നടത്തി എന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ ഇരുട്ടിൽ നിർത്തി തന്നെയാണ് ഇസ്രായേൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. അതുകൊണ്ട് അമേരിക്ക അറിയാതെ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ഇതറിയാതെയും ചെയ്യാനുള്ള ഭ്രാന്ത് നെതന്യാഹുവിലേക്ക് മാറുന്നതാണ്. അതെ, കഴിഞ്ഞ 2-3 പതിറ്റാണ്ടെങ്കിലും ആയി അത്ര പരിചിതമല്ലാത്ത ഒരു ക്രമം കാണുകയാണിന്ന് ലോകരാഷ്ട്രീയം. പലസ്തീൻ്റെയും ഹമാസിൻ്റെയും പേര് പറഞ്ഞ് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും പരമാധികാരത്തിൽ കൈകടത്താനും അവരുടെ ആകാശത്തേക്ക് ചെന്ന് ബോംബിട്ട് തിരികെ പറക്കാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന ധാർഷ്ട്യത്തെ അറബ് ലോകവും ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയൊരു കൂട്ടവും ഉറച്ചൊരേ ശബ്ദത്തിൽ ചോദ്യം ചെയ്യുന്നു. ഇന്ത്യയും ചൈനയും റഷ്യയും ഇസ്രായേലിൻ്റെ ഈ നടപടികളെ അപലപിച്ചിരിക്കുന്നു. കാര്യം അത്ര പന്തിയല്ലെന്ന് കണ്ട അമേരിക്ക പോലും ഇസ്രായേൽ കൂട്ടുകെട്ടിൽ നിന്ന് തൽക്കാലം ലേശം കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒട്ട് ശുഭകരമാണ് എന്ന് കരുതപ്പെടുന്ന, ആ നിലയ്ക്ക് രൂപപ്പെടുന്ന ലോകരാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്ന് RDX കരുതുന്നു. നിരപരാധികളുടെ ചോരയിൽ കുഴച്ച് മനുഷ്യാസ്തികളിൽ അടിത്തറയിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പണിതുപൊക്കുന്ന അധിനിവേശത്തിൻ്റെ ക്രൂരാധികാരത്തിൻ്റെ ബാബിലോൺ ഒരിക്കൽ തകർന്നടിയുമെന്ന് RDX പ്രത്യാശിക്കുന്നു.